കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ കുടുംബത്തിലൊരു കലഹം നിലനിർത്താൻ കാരണമുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. കാരണം ചില നക്ഷത്രങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഭയങ്കര വഴക്കാവും. ഒന്നും വേണ്ട, ചെറിയ സംഭവം മതി, അത് വലിയ വഴക്കിൽ ചെന്ന് തീർന്നു കിട്ടാനുള്ള ഒരവസ്ഥാന്തരം കാണുന്നുണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഈ നക്ഷത്രക്കാരിൽ നിന്നും അങ്ങനെയുള്ള ദോഷമോ ദുരിതമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് പറയുന്നതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അല്ലാതെ ഒരു നക്ഷത്രത്തെ കുറ്റമായിട്ടോ അല്ലെ പിന്നെ അവരിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാവർക്കും കാണത്തുമില്ല. ഗ്രഹനില പ്രകാരമാണ്. കാരണം വെച്ചാൽ മനസ്സ് 5-ാം ഭാവവും ശത്രുസ്ഥാനം 6-ാം ഭാവവും അഷ്ടമ ആയുർസ്ഥാനവും 12-ാം ഭാവവും ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള നീച രീതിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കുവാണെങ്കിൽ അവരുടെ കൊണ്ടല്ല എല്ലാ ആൾക്കാരും ജനിക്കുന്നത് ഈശ്വരമയമായിട്ടാണ് ജനിക്കുന്നത്. ഈശ്വരൻ്റെ കൽപ്പിതമായിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് പറന്നു വീഴുന്നത്. പക്ഷേ എങ്കിൽ ഇന്ന ദോഷങ്ങളുമായിട്ട് വരുന്നത്, ഇപ്പോൾ 5-ാം ഭാവത്ത് ക്രൂരഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ക്രൂരബുദ്ധിയുള്ള ഉണ്ടാകാനുള്ള സാധ്യത, മറ്റ് ഗ്രഹങ്ങൾ സൽഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല എങ്കിൽ ക്രൂര സ്വഭാവം ആരുടെ എടുക്കലും. പക്ഷേങ്കിൽ ഒരു 50 വയസ്സ് വരെ നല്ല പാവമായിട്ടിരുന്ന് 59-ാമത്തെ വയസ്സിൽ ഒരുത്തനെ കുത്തിക്കൊല്ലുവാണെങ്കിൽ പിന്നെ ക്രൂരനല്ലേ? 50 വയസ്സ് വരെ വളരെ പഞ്ചഭാവത്തോടു കൂടിയിരുന്ന് നല്ല മനസ്സും നല്ല എന്താ പറയുക അന്നദാനങ്ങളൊക്കെ കഴിച്ച് ക്ഷേത്രങ്ങൾ ദർശനമൊക്കെ നടത്തി, ദേവാലയ ദർശനമൊക്കെ നടത്തി, മോസ്കിലൊക്കെ ദർശനം നടത്തി നടന്നതിന് ശേഷം ഒരു 50 വയസ്സിന് ശേഷം ഒരാളെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രൂര ചിന്താഗതിയാണ്. അപ്പോൾ അതുവരെ അത് പിടിച്ചു നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ക്രൂരതയാണ് നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നത്. ചിലർ കൊച്ചിലെ തന്നെ ക്രൂരത ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാർക്കുണ്ട്. തിരുവാതിര നക്ഷത്രം ശ്രദ്ധിക്കുന്നു, കലഹപ്രിയരാണ്. തിരുവാതിര ചോദിച്ചത് ഈ 3 നക്ഷത്രം കലഹം ഉണ്ടാക്കും. ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കുടുംബത്തിൽ അവരുടെ അസാന്നിധ്യം, അവർ വളരെ ക്രൂക്കഡായിട്ട് തന്നെ ഒരു കലക്കം ഉണ്ടാക്കുകയുള്ളൂ. കാര്യം വളരെ ഇതായിട്ട് നിന്നുകൊണ്ട്, വളരെ സ്നേഹത്തോട് നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സംഗതികൾ, അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ ഗ്രഹനിലയിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ടുള്ള ഇത് പൊതുവാണ്, എല്ലാവരിലും ഇല്ല കേട്ടോ. ഒരു നക്ഷത്രം തന്നെ, അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഒരു നക്ഷത്രത്തിന് തന്നെ 4 സ്വഭാവമുണ്ട്. ഇപ്പോൾ അശ്വതി നക്ഷത്രം എടുത്താലും ഭരണി നക്ഷത്രം എടുത്താലും എല്ലാ നക്ഷത്രക്കാർക്കും ഒരു 4 സ്വഭാവം കാണും. ഒരു നന്മയുള്ള സ്വഭാവമുണ്ട്, ഒരു വശ്യതാ സംബന്ധമായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്നതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്, ഒരു ക്രൂര സ്വഭാവമായിട്ടുള്ള വിഷയമുള്ള നക്ഷത്രക്കാരുണ്ട്, പക്ഷെ ഒന്നിനും കൊള്ളാത്ത നക്ഷത്രക്കാരുമുണ്ട്. ഈ ഒരു നക്ഷത്രത്തിൽ തന്നെ 4 സ്വഭാവം സാമാന്യേന മിക്കവാറും ഉള്ളവർക്കുള്ളതാണ്. ഇപ്പോൾ അശ്വതി ആണെങ്കിലും ഭരണി ആണെങ്കിലും കാർത്തിക ആണെങ്കിലും രേവതി ആണെങ്കിലും ആയില്യം ആണെങ്കിലും പൂരാടം ആണെങ്കിലും ഏത് നക്ഷത്രങ്ങളും അതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ പറയാം, തിരുവാതിര ചോദിച്ച അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. അവർ ചെറിയ കുറുമ്പും കുശുമ്പും കുന്നായ്മയും ഒക്കെ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ പോലും അറിയാതെ ആ കുടുംബത്തിൽ കലഹം, അത് തന്നെ ജാതകത്തിൽ കലഹപ്രിയരായിരിക്കും. 6-ാം ഭാവാധിപത്യം വഹിച്ചിരിക്കുന്ന ഗ്രഹത്തിന് നീചം സംഭവിക്കുകയോ നീച രീതിയിലുള്ള ദൃഷ്ടിയുള്ള വാക്ക് സംബന്ധിച്ചാൽ വാഗ്ദേവതയായ സരസ്വതിയുടെ ബുധൻ്റെ ദൃഷ്ടിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാക്കിൽ നിന്ന് വരുന്നത് പോലും നമുക്ക് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥ. പിന്നെ ചില നക്ഷത്രക്കാരുണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് എടുത്തിയാടി സംസാരിക്കുകയും ഒക്കെ ചെയ്യും, പെട്ടെന്ന് അവരുടെ ദേഷ്യം ശപിക്കുകയും, എന്നാൽ ആ സ്നേഹം എപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ചില നക്ഷത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആയില്യ നക്ഷത്രക്കാർ മനസ്സിൽ വെച്ച് പെരുമാറാൻ ഏറ്റവും കഴിവുള്ള ഒരു നക്ഷത്രം. കഴിവുകളോടാണ് ഈ പറയുന്നത്. ഒരു നക്ഷത്രത്തിൻ്റെ കഴിവെന്നുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ. നമ്മളപ്പോൾ ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ വരിച്ചെന്ന് പറഞ്ഞാൽ ആ രഹസ്യം വിട്ടുകൊടുക്കത്തില്ലെന്നുകൂടെ വേണം മനസ്സിലാക്കാൻ. അല്ലാതെ ഒരു ജ്യോത്സ്യൻ ഒരു നക്ഷത്രത്തെ മോശമായിട്ടോ ഒരു നക്ഷത്രത്തിൻ്റെ സ്വഭാവ രീതിയെ മോശമായിട്ടോ ഒന്നുമല്ല പറയുക. ഇപ്പം പൂരാട നക്ഷത്രം, അതുപോലെ പൂയൻ നക്ഷത്രം, അപ്പോൾ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിൽ അലച്ചിലുണ്ടാവും. ഒരു 30 വയസ്സ് 31 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ദാമ്പത്യ ബന്ധമോ ശാരീരിക ബന്ധമോ മാനസിക ബന്ധമോ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. കാരണം അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടം, പ്രേമം, 60 വയസ്സായാലും ഇഷ്ടത്തിൽ പോവുക, പ്രേമത്തിൽ പോവുക. പ്രേമം ഇഷ്ടം ഏറ്റവും നല്ലതാണ്. ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ആയുസറ്റ് പോകുന്നിടം വരെ, മരണത്തിലേക്ക് നമ്മളെ ഭഗവാൻ കൊണ്ടുപോകുന്നിടം വരെ എല്ലാവരെയും സ്നേഹിക്കുക. അച്ഛനെ അച്ഛനായിട്ട് സ്നേഹിക്കുക, അമ്മയെ അമ്മയായിട്ട് സ്നേഹിക്കുക, കാമുകയെ കാമുകയായിട്ട് സ്നേഹിക്കുക, സഹോദരങ്ങളെ സഹോദരങ്ങളായിട്ട് സ്നേഹിക്കുക, ഭർത്താവിനെ ബഹുമാനിക്കുക, ഭർത്തൃബന്ധം നിലനിർത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ളൊരവസ്ഥയാണ്. അതിലാണ് ഞാൻ ഈ നക്ഷത്രങ്ങളൊക്കെ എടുത്തു പറയാനുള്ളത്. അതുപോലെ പൂരൂരുട്ടായ നക്ഷത്രത്തിൽ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരു നക്ഷത്രമാണ്. അവർ മനസ്സിൽ വെച്ച് പെരുമാറുന്നതല്ല, അവരുടെ മനസ്സിൽ അതുണ്ടാവും.
കാരണം ഒരു സമയമാകുമ്പോൾ ഒരു 27 വയസ്സ് തൊട്ടുള്ള ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കഠിനമായിട്ട് കുറേ കാര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷം ഒരു നന്മയിലേക്ക് വരുന്ന ചില നക്ഷത്രങ്ങളാണ്. അപ്പോഴാണ് ഇവർക്ക് ഈ പിന്നെ ചെറിയ ചെറിയ അവസ്ഥയും മറ്റു കാര്യം, അതുപോലെ പിശുക്ക് കാണിക്കുന്ന എത്രയോ നക്ഷത്രം, 2ാം ഭാവത്ത് ഗുളികനോ 2ാം ഭാവത്ത് നീചഗ്രഹങ്ങളോ, ആ നീചനെ 9ാം ഭാഗ്യസ്ഥാനം, ഭാഗ്യം കൊണ്ടാണ് ധനം ഉണ്ടാകുന്നത്. ആ ധനസ്ഥാനം 2ാം ഭാവമാണ്. ആ 2ാം ഭാവത്തിൽ ആരൊക്കെ നിൽക്കുന്നു എന്നുള്ള വിഷയിച്ച് എത്രയോ പിശുക്കരുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർ ഒരുപാട് ദൂർത്തടിക്കുമെങ്കിലും പിശുക്ക് കാണിക്കും. നക്ഷത്രക്കാർക്ക് പരമപിശുക്കരാണ്. കാര്യം ഒരു 5 പൈസ പോലും കണ്ടമാനം കളയാത്തൊരു അവസ്ഥാന്തരം അവർക്കുണ്ട്. പക്ഷെ അതിലും മാറ്റമുള്ള നക്ഷത്രമുണ്ട്. 2ാം ഭാവം എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ധൂർത്തടിക്കും. ഇവരൊക്കെ ധൂർത്തടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം അങ്ങ് ധൂർത്തടിക്കുമെന്ന്. ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാത്തൊരവസ്ഥ. ഒരു നയ പൈസ പോലും ഒരു ഡെപ്പോസിറ്റായിട്ടോ അല്ലെ ജീവിതത്തിൽ മരണത്തിന് പോലും ചെല്ലുന്ന സമയത്ത് ഒരു മരണതുല്യമായിട്ടൊരു അവസ്ഥ പോകുമ്പോഴും ഒരു 5 പൈസ, ഒരു 5 പൈസയുടെ ധനം ഉണ്ടാകത്തില്ല കയ്യിൽ. അതാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് വന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ നമ്മൾ കലഹിക്കുന്ന നക്ഷത്രമാണ് പറയുന്നത്. സൈലൻ്റ് ആയിട്ടിരുന്നുകൊണ്ട് കലഹിക്കുന്ന, ഒരു മൂളൽ മതി, ഒരു വീക്ഷണം മതി, ഒരു നോട്ടം മതി. നമ്മൾ കഥകളിയിലൊക്കെ പറയുന്ന പോലെ, നവരസങ്ങളെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കലഹിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ നോക്കി ചിരിച്ചാൽ മതി. അവരുടെ കലഹം കണ്ട് സന്തോഷിച്ചിട്ട് കലഹം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയുള്ള നക്ഷത്രക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു 8-9 നക്ഷത്രക്കാർ 27 നക്ഷത്രത്തിൽ പെടുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാ നക്ഷത്രവും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അശ്വതി നക്ഷത്രവും മോശമൊന്നുമല്ല. ഭരണിയാണ് കലഹത്തിൻ്റെ ഏത് രീതിയിലുള്ള കലഹവും ഏറ്റുവാങ്ങാൻ സാധ്യതയുള്ള ഒരു അവസ്ഥാന്തരമുള്ള നക്ഷത്രമാണ്. പക്ഷേ ഇവരുടെ മനസ്സിലൊക്കെ നല്ല നന്മയുണ്ട്. അതാണ് ഏറ്റവും പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള നക്ഷത്രം ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. വാക്കുകൾ കുറയ്ക്കുക, നമ്മൾ അതേ രീതിയിലുള്ള സൗമ്യമായിട്ട് പെരുമാറുക. എത്ര ദേഷ്യം വന്നാലും നമുക്ക് ഉൾക്കൊള്ളാനൊരു മനസ്സ് നമുക്ക് ഉണ്ടാകുക. ഈ തെറ്റിനെ നമ്മൾ തിരുത്താനുള്ള എന്നെക്കൊണ്ട് ആരെയും നല്ലതാക്കാൻ പറ്റില്ല. ഒരു ജ്യോതിഷം എന്ന് പറഞ്ഞ സൂചനയാണ്. വേദത്തിൻ്റെ അംഗത്തിൽ 6 അംഗങ്ങളിലൊരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. ഇതിനകത്തൊക്കെ ഒരുപാട് ഇപ്പോൾ ജ്യോതിശാസ്ത്രം കടൽ പോലെ കിടക്കുന്ന ഒരു ശാസ്ത്രമാണ്. യുക്തിവാദികളൊക്കെ പറയും ജ്യോതിഷം ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ കടൽ പോലെ കിടക്കുന്ന ഒരു ശാസ്ത്രമാണ്. നമ്മളതിനകത്ത് ഇറങ്ങിച്ചെന്നതും ഞാനൊരു 10-26 വർഷമായിട്ട് ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടും എൻ്റെ അനുഭവജ്ഞാനം കൊണ്ടും ആൾക്കാർ വന്നിരിക്കുന്നതായിട്ടുള്ള അനുഭവജ്ഞാനം കൊണ്ടുമാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറഞ്ഞ കാര്യം. ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ രേവതി ആണെങ്കിലും അങ്ങനെയാണ്. ഉത്രട്ടാതി കലഹപ്രിയരാണ്. പൂയ നക്ഷത്രക്കാർ കലഹപ്രിയരാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് കണ്ട് കലഹപ്രിയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴും ഐക്യമത്യ സൂക്തം അല്ലെ സംവാദ സൂക്തം ജപിക്കുകയോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ സംവാദ സൂക്തം കൊണ്ടുള്ള അർച്ചനയോ പുഷ്പാഞ്ജലിയോ ചെയ്യിപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പശ്ചാത്താപം ഉണ്ടാകുന്നൊരു സമയം ഉണ്ടാക്കി കലഹങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പറ്റുകയാണോ എന്ന്. എല്ലാം കഴിഞ്ഞതിന് ശേഷം പശ്ചാത്തപിച്ചിട്ട് വല്ല കാര്യമുണ്ട്. പശ്ചാത്തപിക്കുന്ന ഏറ്റവും നല്ല പശ്ചാത്താപം ഉള്ളവരാണ്, ഹൃദയമുള്ളവരെന്ന് പറയുന്നത്. ഇവർക്കെല്ലാം നല്ലൊരു ഹൃദയവുമുണ്ട്, നല്ലൊരു മനസ്സുമുണ്ട്. ആർക്ക് എന്തും കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ തയ്യാറുള്ള ആളാണ്. പക്ഷേ കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഒരുപാട് കുറ്റങ്ങളുള്ള മനുഷ്യനാണ്. പക്ഷേങ്കിൽ അത് നമ്മൾ മാക്സിമം എന്നെക്കൊണ്ടും പറ്റത്തില്ല, ഇതുപോലെ കഴിവൊന്നുമില്ല. കാര്യം അത് പിടിച്ചു നിർത്താനോ മറ്റു കാര്യങ്ങളും ഒക്കെ. എല്ലാ മനുഷ്യരും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റിൻ്റെ കൂമ്പാരമാണ്. അതൊരു ചൊല്ലാണ്. മനുഷ്യൻ തെറ്റിൻ്റെ കൂമ്പാരമാണ്. ആ തെറ്റിനെ നമ്മൾ എപ്പം തിരുത്തി പോകുന്നു അവർക്ക് മാത്രമേ വിജയം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.